ആ ശ്രീരാമചന്ദ്ര മഹാദേവന്റെ ജീവിതത്തിലൂടെ അല്പസമയം നമുക്ക് സഞ്ചരിക്കാം. രാമന്റെ അയനം, രാമായണം, രാമൻ രമിപ്പിക്കുന്നവൻ, സന്തോഷിപ്പിക്കുന്നവൻ. ആരുടെ പേര് കേട്ടാലാണോ ഈ ത്രേതായുഗവും ദ്വാപരയുഗവും കഴിഞ്ഞ് ഈ കലിയുഗത്തിൽ നാം സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നത്, ആ രാമനെ കുറിച്ചുള്ള 24,000 ശ്ലോകങ്ങളിൽ ആദികവി വാൽമീകി മഹർഷി രചിച്ച രാമായണത്തിലെ ഒന്നാമത്തെ കാണ്ഡം ബാലകാണ്ഡം. കോസല സാമ്രാജ്യം, അതിന്റെ തലസ്ഥാനം അയോധ്യ. അവിടെ ഒരു രാജാവ് ദശരഥൻ. അദ്ദേഹത്തിന് 3 ഭാര്യമാർ, കൗസല്യ, കൈകേയി, സുമിത്ര. വിവാഹം കഴിച്ചു അനേക വർഷങ്ങളായി. മക്കളില്ല. മക്കളില്ലാത്തത് നല്ല ദുഃഖമാണ്. എന്നാൽ മക്കളുള്ള ദുഃഖവുമുണ്ട്, മക്കളില്ലാത്ത ദുഃഖവുമുണ്ട്. ലാളനേത് പഞ്ചവർഷാണി ദശവർഷാണി ശിക്ഷയേത് ശേഷം സമഭാവന എന്ന് ആചാര്യന്മാർ പറയും. 5 വയസ്സുവരെ ലാളിച്ച് രാജകുമാരനെ പോലെ വളർത്തണം. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ശിക്ഷണം നൽകി വളർത്തണം. ശേഷം സമഭാവന. 15 വയസ്സ് കഴിഞ്ഞ് ഒരു പെൺകുട്ടിയുടെ ഏറ്റവും നല്ല സുഹൃത്ത് അമ്മയായിരിക്കണം. 15 വയസ്സ് കഴിഞ്ഞ് ഒരു ആൺകുട്ടിയുടെ ഏറ്റവും നല്ല സുഹൃത്ത് അച്ഛനായിരിക്കണം എന്ന് പറയുന്ന തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മക്കൾ വളരണം. അങ്ങനെ മക്കളില്ലാത്ത ദുഃഖം കൊണ്ട് അദ്ദേഹം നായാട്ടിനായി കാട്ടിലേക്ക് പോയി. കാട്ടിൽ മൃഗത്തെ അദ്ദേഹത്തിന് കിട്ടിയില്ല. അവിടെ കിടന്നുറങ്ങി, മരത്തിന്റെ കൊമ്പിൽ കിടന്നുറങ്ങി. രാവിലെ ആന വെള്ളം കുടിക്കുന്ന ശബ്ദം, തുമ്പിക്കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന ശബ്ദം കേട്ട് ശബ്ദഭേദി ബാണമയച്ചു. നമ്മുടെ എല്ലാം ജീവിതത്തിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം: കൺഫ്യൂഷൻ, കൺഫർമേഷൻ, ഡിസിഷൻ. കൺഫ്യൂഷൻ, ആശയക്കുഴപ്പങ്ങൾ. ആശയക്കുഴപ്പം ഉണ്ടാകുമ്പോൾ കൺഫർമേഷൻ നിർബന്ധമാണ്. എന്നിട്ടാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. പക്ഷേ വെള്ളം കുടിക്കുന്നു ആന എന്ന് അദ്ദേഹത്തിന് കൺഫർമേഷൻ ചെയ്തു. പക്ഷെ അത് കുടത്തിലേക്ക് താപസകുമാരൻ വെള്ളം കയറ്റുന്ന ശബ്ദമായിരുന്നു. അത് അമ്പ് വിട്ടു മിനിറ്റുകൾക്കുള്ളിൽ അലർച്ച കേട്ടു. സെക്കൻഡുകൾക്കുള്ളിൽ അയ്യോ അമ്മേ എന്ന അലർച്ച. ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഇടനെഞ്ചിൽ തറച്ച അമ്പുമായിട്ട് പിടയുന്ന താപസകുമാരനെ കണ്ടു. തെറ്റുപറ്റിപ്പോയി. വാവിട്ട വാക്കും കൈവിട്ടായുധവും. തെറ്റുപറ്റിയാൽ എന്ത് ചെയ്യണം? കാല് പിടിച്ച് മാപ്പ് പറഞ്ഞേക്കണം. അത് വീട്ടിലാവട്ടെ നാട്ടിലാവട്ടെ, തെറ്റുകൾ മനുഷ്യ സഹജം. കുഴിയിൽ വീഴുന്നത് തെറ്റല്ല, വീണെടുത്ത് കിടക്കുന്നതാണ് തെറ്റ്. ഇന്ന് വീണ കുഴിയിൽ നാളെ വീഴുന്നത് വല്ലാത്തൊരു തെറ്റുമാണ്. രാജാവിന് തെറ്റുപറ്റിപ്പോയി, കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ മാപ്പ് കൊടുക്കുവാനുള്ള മനസ്സും നമുക്കുണ്ടാവണം. താപസകുമാരൻ പറഞ്ഞു, അറിയാതെ പറ്റിയതാണല്ലോ മഹാരാജൻ, അങ്ങയോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ എന്നെ മരിക്കുവാൻ അനുവദിക്കണം. നെഞ്ചിലാണ് അമ്പ് തറച്ചിരിക്കുന്നു. വലിച്ചൂരി പിടഞ്ഞ് ആ താപസകുമാരൻ രാജാവിന്റെ മുന്നിൽ മരിച്ചു. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്റെ കടമകളെ മറക്കാതെ, മരിക്കുന്നതിന് തൊട്ടു മുമ്പും കടമകളെ മറന്നു പോകാത്ത താപസകുമാരൻ പറഞ്ഞു, എന്റെ അച്ഛനും അമ്മയ്ക്കും കണ്ണു കാണില്ല. അവർ ഈ കാട്ടിന്റെ ഉള്ളിലാണ്. എല്ലാ പ്രഭാതങ്ങളിലും ഒരു കുടം വെള്ളം ശേഖരിച്ച് ഞാൻ അവരുടെ ദാഹത്തെ അകറ്റുവാൻ വന്നിരുന്നു. ഇന്നും വന്നു. പക്ഷേ കുടത്തിലേക്ക് വെള്ളം കയറുമ്പോൾ അങ്ങ് തെറ്റിദ്ധരിച്ചു പോയി. ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നതാണോ എന്ന്. ആയതിനാൽ ഈ കുടം വെള്ളം അവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടി ആ താപസകുമാരൻ മരിച്ചു വീണു. രാമായണം നമുക്ക് നൽകുന്ന സന്ദേശം കടമകളെ മറക്കാതിരിക്കുക. കടമകളും ഉണ്ട് നമുക്ക്. മാതാപിതാക്കളോടും സമാജത്തോടും രാഷ്ട്രത്തോടും ധർമ്മത്തോടും സഹജീവികളോടും എല്ലാ പ്രാണികളോടും ചെയ്യേണ്ട 5 മഹായജ്ഞങ്ങളെ ഹിന്ദുക്കളെ പഠിപ്പിച്ചു ആചാര്യന്മാർ. 5 മഹായജ്ഞങ്ങൾ: ബ്രഹ്മയജ്ഞം പഠിപ്പിക്കുക, ദേവയജ്ഞം ദൈവിക കാര്യങ്ങൾ ഇടപെടുക, പിതൃയജ്ഞം ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ അവർ മരിച്ചു കഴിഞ്ഞാൽ അവരോടുള്ള കടമകളെ നിർവഹിക്കുക, നരയജ്ഞം മനുഷ്യനോടുള്ള കടമയെ നിർവഹിക്കണം, ഭൂതയജ്ഞം സർവ്വജീവജാലങ്ങളോടുമുള്ള കടമയെ നിർവഹിക്കണം. അതുകൊണ്ട് എന്റെ അച്ഛനെയും അമ്മയെയും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. രാജാവ് കുടം വെള്ളവുമായിട്ട് അവിടത്തേക്ക് ചെന്നു. മകന്റെ കാൽപ്പെരുമാറ്റമിൽ നിന്ന് തിരിച്ചറിഞ്ഞ ആ താപസൻ ചോദിച്ചു, ആരാണത്? ഞാൻ ദശരഥൻ. എന്റെ ഉണ്ണി എവിടെ? 5 മണിക്ക് സ്കൂൾ വിട്ട് വരേണ്ട കുട്ടി 5 മണിക്ക് വന്നില്ലെങ്കിൽ, 5:15 5:30 വന്നില്ലെങ്കിൽ അമ്മയുടെ ഉള്ളിൽ, അച്ഛന്റെ ഉള്ളിൽ ആദി കയറും. 5:30 മണിക്ക് രാവിലെ വരേണ്ട മകൻ വന്നില്ല. മകനെ കാത്തു കിടക്കുന്ന അച്ഛന്റെ അമ്മയുടെ ഉള്ളിൽ ആദി കയറിയിരിക്കുന്നായിരുന്നു. എന്തു പറ്റിയ ഞങ്ങളുടെ ഉണ്ണിക്കെന്ന് ചോദിച്ചു. കാര്യങ്ങളെല്ലാം പറഞ്ഞു. അമ്മ ബോധം കെട്ട് വീണുപോയി. അമ്മയ്ക്ക് ബോധം വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞങ്ങളെ 2 പേരെയും ഞങ്ങളുടെ മകൻ മരിച്ചു കിടന്ന ആ നദീതീരത്ത് എത്തിക്കണം. കണ്ണു കാണാത്ത ഈ അച്ഛന്റെ അമ്മയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് രാജാവ്, മഹാരാജൻ, അയോധ്യയുടെ അധിപൻ അവിടെ എത്തിച്ചു. അഗ്നി ഒരുക്കാൻ പറഞ്ഞു, ചിതയൊരുക്കാൻ പറഞ്ഞു, ആ ചിതയിലേക്ക് കെടുത്താൻ പറഞ്ഞു. ഈ താപസകുമാരനെ അവിടെ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ പറഞ്ഞു. ആ കത്തിയാളുന്ന അഗ്നിയിലേക്ക് ഈ വൃദ്ധ താപസ ദമ്പതിമാർ ചാടി ആത്മാഹുതി നടത്തി. അതിനു മുമ്പ് അച്ഛൻ ഒരു ശാപം കൊടുത്തേച്ചു. ഏതൊരു മകനെ കുറിച്ചോർത്ത് ദുഃഖിച്ചാണോ ഞങ്ങൾ അഗ്നിപ്രവേശം ചെയ്യുന്നത്, അതുപോലെ ഒരു നാൾ ദശരഥ നീയും നിന്റെ മകനെ ഓർത്ത് ദുഃഖിച്ച് ഹൃദയം പൊട്ടി മരിക്കുമെന്നായിരുന്നു ആ ശാപം. പ്രിയമുള്ളവരെ, ശാപം ഫലിക്കുമോ?
തീർച്ചയായിട്ടും നമ്മളോടൊന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായരെ നമ്മൾ ദ്രോഹിച്ചാൽ, അതിന് നാം പ്രായശ്ചിത്ത കർമ്മം ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു നാൾ ശാപം നമ്മളെ തേടി വരും. അത് പല രൂപത്തിലും ഭാവത്തിലും ആയിരിക്കാം എന്നും മാത്രം. നമ്മുടെ കുട്ടി അമേരിക്കയിൽ പഠിക്കുകയാണ്, ക്ഷേത്രത്തിൽ നമ്മളൊരു പുഷ്പാഞ്ജലി കഴിച്ചു, ഫലിക്കുമോ? തീർച്ചയായിട്ടും നന്മയുടെ ഒരു പ്രാർത്ഥന ലോകത്തിന്റെ ഏത് ഭാഗത്ത് വെച്ച് ചെയ്താലും നാം പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കുട്ടിക്ക് നല്ലത് വരണമേ എന്ന്, തീർച്ചയായിട്ടും അത് ഫലിച്ചിരിക്കും. രാജാവ് ദുഃഖിതനായി, അദ്ദേഹം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടെൻഷൻ കുറക്കാൻ വേണ്ടി കാട്ടിൽ പോയ രാജാവ് ഒരു ലോഡ് ടെൻഷനുമായിട്ട് തിരിച്ച് കൊട്ടാരത്തിലെത്തി. ഗുരുനാഥൻ കാത്തിരിക്കുന്നു. വസിഷ്ഠമുനി, എന്താണ് രാജാവ് ഇത്ര ടെൻഷൻ? എനിക്ക് ശാപം കിട്ടി. എന്തായിരുന്നു ശാപം? നീ പുത്രദുഃഖത്താൽ മരിക്കും, കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഗുരുനാഥൻ ചിരിക്കുക. അപ്പൊ എനിക്ക് ശാപം കിട്ടിയിട്ട് അങ്ങ് ചിരിക്കുകയാണോ? നിനക്ക് കിട്ടിയ ശാപം എന്താണെന്ന് ആലോചിക്കൂ. പുത്രദുഃഖത്താൽ മരിക്കുമെന്നാണ് ശാപം. അതായത് നിനക്ക് പുത്രൻ ഉണ്ടാകുമെന്ന കാര്യം തീരുമാനമായി. രാമായണം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശമാണ് വീഴ്ചകളെ അവസരങ്ങളാക്കുക. പരാജയങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാവാം, പക്ഷെ ഒരു പരാജയവും ആത്യന്തികമായ പരാജയമല്ല. 10 പരാജയങ്ങളാവട്ടെ 11ാമത്തെ വിജയത്തിന്റെ 10 ചവിട്ടുപടികൾ എന്ന് പറയുന്നത് പോലെ ആത്യന്തികമായി ജയിച്ചവരില്ല, ആത്യന്തികമായി പരാജയപ്പെട്ടവരുമില്ല. ഗീതയിൽ ഭഗവാൻ പറയും, സുഖദുഃഖ സമയകൃത്വ ലാഭൗ ജയാജയോ തഥാ യുദ്ധായ യുജ്ജസ്വ നൈവം പാപവാപ്സതി. സുഖദുഃഖ ലാഭനഷ്ട ജയപരാജയ സമ്മിശ്രമായ ജീവിതത്തെ ഒന്നായി കണ്ടുകൊണ്ട് യുദ്ധം ചെയ്യൂ അർജുന എന്ന് ഭഗവാൻ ഉത്ബോധിപ്പിക്കുന്നു. അവിടെയാണ് ഈ വീഴ്ചയെ അവസരങ്ങളാക്കുവാൻ പറയുന്നു വസിഷ്ഠൻ. അങ്ങനെ യാജ്ഞവൽക്യ ഋഷ്യശൃംഗ മഹർഷിയെ വരുത്തുന്നു, യാഗം നടത്തി. ഈ യാഗത്തിൽ നിന്ന് ദിവ്യമായ ഒരു ഔഷധക്കൂട്ട്, പായസം എന്നൊക്കെ നമ്മൾ പറയൂലേ, അത് ലഭിക്കുന്നു. അത് 1ാമത്തെ ഭാര്യ കൊടുത്തു. 1ാമത്തെ ഭാര്യ കൗസല്യാദേവിയാണ്. വേണമെങ്കിൽ മുഴുവനും കഴിക്കാം, കൗസല്യ കാൽഭാഗം മാത്രമേ കഴിച്ചുള്ളൂ. ഷെയറിങ് വീട്ടിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ചോക്ലേറ്റ് കൊണ്ടുപോയി കൊടുത്തു അനുജന്റെ കയ്യിൽ, അവനത് പൊട്ടിച്ച് 4 പീസുകളാക്കി, ഒന്ന് ചേച്ചിക്കും ഒന്ന് അച്ഛനും ഒന്ന് അമ്മയ്ക്കും കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളണം, നാളെ 100 സെന്റിന്റെ പേരിലും ഈ കുട്ടികൾ തമ്മിലടിക്കില്ല. 1.5 സെന്റിന്റെ പേരിൽ തമ്മിലടിച്ച് കോടതികൾ കയറി ഇറങ്ങുന്ന നാട്ടിൽ ഷെയറിങ് പഠിപ്പിക്കേണ്ടത് നന്നേ ചെറുപ്പത്തിലാണ്. കൈകൈ നമ്മളെ ഷെയറിങ് പഠിപ്പിക്കുന്നു. കൗസല്യ കാൽഭാഗം കുടിച്ചു, കൈകൈ കൊടുത്തു. കൈകൈ എത്ര ഡീസന്റ് ആയിരുന്നു? ഡീസന്റ് ആകണമെങ്കിൽ ചില ആളുകളെ ജീവിതത്തിൽ കാണരുത്, ചില ആളുകളെ കാണണം. ചില ആളുകളെ കണ്ടാൽ നമ്മുടെ ജീവിതം ദുസ്സഹമാവും, ചില ആളുകളെ കണ്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം ദുസ്സഹമാവും. മന്ധരയെ കാണുന്നതിന് മുമ്പുള്ള കൈകൈ വളരെ വളരെ ഡീസന്റ് ആയിരുന്നു. കൈകൈ കാൽഭാഗം മാത്രം ഭക്ഷിച്ചു, പാതിക ഭക്ഷിച്ചു സുമിത്ര. യഥാകാലം 3 ഭാര്യമാരും ഗർഭം ധരിച്ചു. കൗസല്യാദേവി രാമനും കൈകേയി ഭരതനും ഇരട്ട ഭാഗം കഴിച്ചതുകൊണ്ടോ എന്തോന്നറിയില്ല, സുമിത്രാദേവിക്ക് ഇരട്ട കുട്ടികൾ ലക്ഷ്മണനും ശത്രുഘ്നനും ജനിച്ചു. ഒരു മകനെ ആഗ്രഹിച്ച രാജാവിന് 4 ആൺമക്കളെ കിട്ടി. മക്കൾക്ക് അസ്ത്രശസ്ത്ര വേദ പഠനം നൽകി മക്കളെ വളർത്തി. എന്താണ് അസ്ത്രശസ്ത്ര വേദ പഠനം? ആയുധങ്ങൾ ഉപയോഗിക്കുവാനുള്ള അറിവ്. എങ്ങനെയാണോ ഇസ്രായേലിൽ 5ാമത്തെ വയസ്സ് മുതൽ കുട്ടികൾ സൈനിക പരിശീലനം നേടുന്നത്, 97,50,000 ജനങ്ങൾ മാത്രം അധിവസിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തിലെ ഏക കൊച്ചു ജൂത രാഷ്ട്രം 26 കോടി വരുന്ന 19 ഇസ്ലാമിക രാജ്യങ്ങളെ എങ്ങനെ വരച്ച വരയിൽ നിർത്തുന്നു എന്നും, ഹമാസിന്റെ തലവനെ ഇറാഖിൽ പോയി കൊന്നിട്ട് ഹമാസിനെ മുച്ചൂടും നശിപ്പിച്ച് ഞങ്ങൾ ഇനി ആയുധം താഴെ വെക്കുമെന്ന് അവർ പറയുന്നത് അവരുടെ ഉള്ളിൽ രാമന്റെ കരുത്തുണ്ട് എന്നതുകൊണ്ടാണ്. അങ്ങനെ അസ്ത്രശസ്ത്ര വേദ പഠനം. വേദം എന്നാൽ അറിവ്. ഹിന്ദുക്കളുടെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ്? വേദം. വേദം എന്ന വാക്കിന്റെ പേര് അർത്ഥം അറിവ് എന്നാണ്. വേദങ്ങൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. കൃഷ്ണദ്വൈപായനൻ, കൃഷ്ണൻ കറുത്ത വർണ്ണത്തോടൊത്തവൻ, ദ്വൈപായനൻ ദ്വീപിൽ ജനിച്ചവൻ, സത്യവതി എന്ന മുക്കുവ സ്ത്രീയുടെ മകൻ, അനാദിയായ ശ്രുതി എന്ന് വിളിച്ച ആ അറിവിനെ 4ആയി പകുത്തു. ഗദ്യം, പദ്യം, ഗാനം എന്ന രൂപത്തിൽ. അതോടുകൂടി നമുക്ക് 4 വേദങ്ങളെയും കിട്ടി. വേദത്തെ വ്യസിച്ചവൻ വേദവ്യാസനുമായി, വ്യാസോച്ഛിഷ്ടം ജഗൽ സർവവുമായി. അദ്ദേഹം ജഗദ്ഗുരു വേദവ്യാസനുമായി. ആത്യന്തികമായ അറിവ് രാമനും ലക്ഷ്മണനും ഭരത ശത്രുഘ്നന്മാർക്കും കിട്ടി. മക്കൾ വളർന്നു. കൗമാരകാലത്തിലെത്തിയപ്പോൾ ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി വന്നു. വിശ്വാമിത്രൻ പറഞ്ഞു, ഞങ്ങൾ യജ്ഞം യാഗം നടത്തുന്നു. എന്താണ് യജ്ഞം? നമ്മൾ ഹിന്ദുക്കളോട് ആളുകൾ പറയാറുണ്ട്, 1 ലിറ്റർ നെയ്ക്കൊക്കെ എത്രയാ വില, നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇത് അഗ്നിക്ക് കൊടുക്കുന്നു. എന്ത് വിഡിതമാണ് നിങ്ങൾ ചെയ്യുന്നത് നോക്കൂ. ഭാരതം 2 വാക്കുകളെ പരിചയപ്പെട്ടു. ഒന്ന് കമ്മ്യൂണിസം നമുക്ക് നൽകിയ വാക്കായിരുന്നു ചൂഷണം. ഭാരതം പറഞ്ഞു ദോഹനം, കറന്നെടുക്കുക. പ്രകൃതിയെ നമ്മൾ അമ്മയായി കണ്ടു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ എല്ലാം നാട്ടിലെ ചൂട് കൂടി 40-41 ഡിഗ്രി ആയി. ഈ സമയത്ത്
ബാംഗ്ലൂരിലെ ഒരു ആചാര്യനോട് ചോദിച്ചു, എന്താ ഈ ചൂട് കൂടാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, മതം മാറ്റമാണ് ചൂട് കൂടാൻ കാരണം. ഇതെന്താണ് ഇദ്ദേഹം പറയുന്നത്? ലോജിക്ക് വേണ്ടേ? മതം മാറ്റമാണ് ചൂടുകൂടും. മതം മാറ്റവും ഈ ചൂടും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ അദ്ദേഹം പറയുകയാണ് വളരെ സമർത്ഥമായിട്ട്, മതം മാറുന്നതിന് മുമ്പ് നീ കാവുകളെ ആരാധിച്ചിരുന്നു, നീ മരങ്ങളെയും തുളസിയെയും ആൽത്തറയെയും ആരാധിച്ചിരുന്നു, നിനക്ക് ഗണപതിയുടെ വാഹനം എലിയായിരുന്നു, നീ ശിവകുടുംബത്തെ ആരാധിച്ചവനായിരുന്നു, നീ നദികളെ അമ്മയായി കണ്ടവനായിരുന്നു, കടലിനെ അമ്മയായി കണ്ടവനായിരുന്നു, ഭൂമിയെ അമ്മയായിട്ട് കണ്ടവനായിരുന്നു, നീ എല്ലാത്തിനെയും അമ്മയുടെ രൂപത്തിൽ ദർശിച്ചു ഭാവിച്ചു വൃക്ഷങ്ങളെ പോലും കണ്ടുകരുതി ആരാധിച്ച നീ എല്ലാ ദിവസവും രാവിലെ ജപിച്ചിരുന്നു, സമുദ്രവസനേ ദേവി പർവ്വത സ്ഥനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തേ. രാവിലെ എഴുന്നേറ്റ് ഹിന്ദുക്കൾ ജപിക്കുന്ന മന്ത്രായത്. ഭൂമിയിൽ ചവിട്ടുന്നതിന് മുമ്പ് ഭൂമിയെ തൊട്ട് വന്ദിച്ച് ഭൂമിയോട് മാപ്പ് പറഞ്ഞ് സമുദ്രത്തെ വസ്ത്രമാക്കിയവളെ, പർവ്വതങ്ങളെ സ്ഥലമായി ധരിച്ചവളെ, വിഷ്ണുവിന്റെ പത്നിയായ ഭൂമിദേവി, നിനക്കെന്റെ നമസ്കാരം. അമ്മേ, എന്റെ പാദസ്പർശം ക്ഷമിച്ചാലും. ഭൂമിയിൽ ചവിട്ടാതെ ജീവിക്കുവാൻ സാധ്യമല്ലെന്ന് പറഞ്ഞതുകൊണ്ട് പർവ്വതങ്ങളെ അമ്മയുടെ സ്ഥലങ്ങളായി കണ്ടുകരുതിയ സംസ്കാരത്തിൽ നിന്ന് നാം പിറകിലേക്ക് പോയപ്പോൾ 15 ദിവസം മുമ്പ് നമുക്കൊപ്പം കിടന്നുറങ്ങിയ നമ്മുടെ നൂറുകണക്കിന് സഹോദരങ്ങൾക്ക് മേലെ കൂടെ പാറക്കല്ലുകൾ ഉരുണ്ടുരുണ്ടു പോയി. 20 ഡിഗ്രി ചരിവുള്ള പാറകൾ പൊട്ടിക്കാൻ പാടുള്ളൂ എന്ന് 30 വർഷക്കാലം പശ്ചിമഘട്ടത്തിൽ ഒരു ഋഷിയെപ്പോലെ യാത്ര ചെയ്ത മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു. 6 സംസ്ഥാനങ്ങളിൽ നീണ്ടുകിടക്കുന്ന ഈ പശ്ചിമഘട്ടത്തിന്റെ നല്ലൊരു ഭാഗം കേരളത്തിലാണ്. ഈ പശ്ചിമഘട്ടത്തിലെ പർവ്വതങ്ങളിൽ നിന്നാണ് കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് എന്നറിയാത്തവരല്ല 3000 ക്വാറികളെ അവിടെ നടത്തുന്നത്. 90 ഡിഗ്രി ചരിവുള്ള സ്ഥലങ്ങളിൽ പോലും ക്വാറികൾ വന്ന് മണ്ണിനെയും മനുഷ്യനെയും മരങ്ങളെയും കവർന്നെടുത്തപ്പോൾ, ഒരു ദിവസം പൊട്ടിയൊലിച്ചപ്പോൾ നിരപരാധികളായ നമ്മുടെ സഹോദരങ്ങളുടെ ശരീരത്തിലൂടെ കൂറ്റൻ പാറക്കല്ലുകൾ കയറിയിറങ്ങിയപ്പോൾ ആ പാവങ്ങൾ ബലിയാടുകളാക്കപ്പെട്ടു എന്നത് പറയുമ്പോഴാണ് ജനീവയിലെ ലോക പരിസ്ഥിതി സമ്മേളനത്തിൽ ജർമ്മനിയിലെ പരിസ്ഥിതി ശാസ്ത്രകാരനാണ് പറഞ്ഞത്, ഇതിനൊറ്റ ഫോർമുലയേ ഉള്ളൂ. ഭാരതം പറഞ്ഞു, സമുദ്രത്തിൽ വസിക്കുന്നവളും പർവ്വതങ്ങളെ സ്ഥലമായി കണ്ടവളും വിഷ്ണുവിന്റെ പത്നിയുമാണ് ഭൂമിദേവി. ആ ഭൂമിദേവിക്ക് നമസ്കാരം. രാവിലെ എഴുന്നേറ്റ് ഭൂമിയെ ചവിട്ടുന്നതിന് മുമ്പ് ഭൂമിയെ തൊട്ട് വന്ദിച്ച് മാപ്പ് പറയുന്നവന് ഭൂമിയെ ദോഹനം ചെയ്യുവാനേ കഴിയുള്ളൂ, ചൂഷണം ചെയ്യുവാൻ കഴിയില്ല. പശുവിനെ നമ്മൾ സംരക്ഷിക്കുന്നു, അല്പം പാല് കറന്നെടുക്കുന്നു. ദോഹനം എന്ന വാക്കിന്റെ അർത്ഥം കറന്നെടുക്കുക എന്നുള്ളതാണ്. ഈ ആത്യന്തികമായ എല്ലാ അറിവുകളെയും സമന്വയിപ്പിച്ച രാമനോട് യജ്ഞത്തിന് ഭംഗം വരുത്തുവാൻ കുറെ ആളുകൾ വരുന്നുണ്ട്. രാമനെ കൂടെ വിടണം. എന്തിനാണെന്ന് ചോദിച്ചപ്പോ ഇവരെ എല്ലാം കൊല്ലണം. ദശരഥ മഹാരാജാവിന് ടെൻഷനായി. ഒടുവിൽ വസിഷ്ഠൻ പറഞ്ഞു, വിട്ടേക്കൂ, രാമനെ കൊണ്ട് ചിലത് പറ്റുമെന്ന്. രാമനും ലക്ഷ്മണനും കാട്ടിൽ ചെന്നു. ആദ്യം സുബാഹു വന്നു, ഒരസ്ത്രം കൊണ്ട് സുബാഹുവിനെ കൊന്നു. മാരീചൻ വന്നു, അവന്റെ പിറകിലായിരുന്നു അസ്ത്രമേറ്റത്. അന്ന് മാരീചൻ ഓടിയ വഴിയിൽ പുല്ല് മുളച്ചിട്ടില്ല. ഒടുവിൽ താടക ഘോരരൂപിണി ഭയങ്കരി വന്നു, അവളെ കൊന്നു. വൻമല ചിറകറ്റ് വീഴുന്നത് പോലെ താടക മരിച്ചു. താടകയുടെ മരണത്തിന് ശേഷം യജ്ഞം ഭംഗിയായി നടന്നു. യജ്ഞത്തെയും യാഗത്തെയും നടത്തേണ്ടത് ബ്രാഹ്മണനാണ്, സംരക്ഷിക്കേണ്ടത് ക്ഷത്രിയനാണ്. അതുകൊണ്ട് എന്നും രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നത് പട്ടാളക്കാരും പോലീസുകാരും ഒക്കെ തന്നെയാണ്. അവർ ചോര കണ്ടാൽ വേർക്കാൻ പാടില്ല. അതുകൊണ്ട് ക്ഷത്രിയന് മദ്യവും മാംസവും പട്ടാളം വരെ ഓഫർ ചെയ്യുന്നു. ഇവര് പട്ടാളത്തിൽ റിട്ടയർ ചെയ്താൽ 1-ാം തീയതി മദ്യം നാട്ടിൽ വരും. എന്തുകൊണ്ടാണ് വരുന്നത്? മാംസാഹാരവും മദ്യവുമെല്ലാം ഏറ്റവും കടുത്ത കർമ്മങ്ങളെയാണ് അവർ കാത്തിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ പട്ടാളക്കാരെ ഇന്ത്യൻ പട്ടാളക്കാരൻ കൊല്ലണം എന്ന് പറയുന്നത് മനുഷ്യനെയാണ്. അവന്റെ രാജ്യത്തിന് വേണ്ടി പോരാടുമ്പോൾ 100 പട്ടാളക്കാരെ കൊന്നിട്ട് നിങ്ങളുടെ തിരുവനന്തപുരത്ത് ഒരു ഇന്ത്യൻ ഓഫീസർ തിരിച്ചു വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കൊണ്ടുവന്ന അവാർഡുകളും ചക്രങ്ങളും എല്ലാം കൊടുത്ത് അദ്ദേഹത്തെ ആദരിക്കും. നാട്ടിൽ ലീവിന് വന്നപ്പോൾ അയൽക്കാരനുമായിട്ട് തർക്കം ഉണ്ടായിട്ട് കത്തിയെടുത്ത് കുത്തിക്കൊന്നാൽ ചിലപ്പോൾ കോടതി അയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കും. 100 പേരെ കൊന്നപ്പോൾ ആദരവ്, ഒരാളെ കൊന്നപ്പോൾ മരണശിക്ഷ. എന്തുകൊണ്ട്? കൊന്നതല്ല പ്രശ്നം, എന്തിനായിരുന്നു കൊന്നത്? ഇതായിരുന്നു ഒരു കാലത്ത് അർജുനൻ നേരിട്ട വിഷയം. യുദ്ധഭൂമിയിൽ വന്നിരിക്കുന്ന അർജുനൻ ദുഷ്വേമം സ്വജനം കൃഷ്ണ, ഞാൻ എൻ്റെ ബന്ധുജനങ്ങളെ കാണുന്നുവല്ലോ ഭഗവാനെ,
ഇവരെ കൊന്നിട്ട് എനിക്കെന്തിനാണ് സ്വർഗം? ഈ 3 രാജ്യങ്ങൾ കിട്ടിയിട്ടും കാര്യമില്ല, ഞാൻ യുദ്ധത്തിനില്ല എന്ന് പറയുന്ന അർജുനൻ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പറയുന്നതാണ് 1-ാമത്തെ അധ്യായം അർജുന വിഷാദ യോഗം. ഇതിന് ഭഗവാൻ കൊടുക്കുന്ന മറുപടികൾ സാഖ്യയോഗം മുതൽ തുടങ്ങി നമ്മുടെ വിഷയമല്ല. പക്ഷേ അതിൽ 2-ാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ 7-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ പറയുന്നുണ്ട്, കാർപ്പണ്യ ദോഷോ പഹത സ്വഭാവ പ്രച്ഛാമിത്വാം ധർമ്മസമൂഢ ഛേദ. കാർപ്പണ്യം അജ്ഞതയാകുന്ന ദോഷത്താൽ എന്റെ ബുദ്ധി മരവിച്ചു പോയിരിക്കുന്നു ഭഗവാനെ. അതുകൊണ്ട് ഞാൻ ധർമ്മസമൂഢ ഛേദനായിരിക്കുന്നു. തെറ്റേത് ശരിയേത്, ചെയ്യേണ്ടതെന്ന് ചെയ്യാൻ പാടില്ലാത്തതെന്ത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ശിഷ്യസ്തേ അഹം, എന്നെ ശിഷ്യനാക്കൂ, എന്നിട്ട് എന്നെ ഉപദേശിക്കൂ, എനിക്ക് നിർദ്ദേശങ്ങളെ തരൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഗീതോപദേശം ആരംഭിക്കുന്നത്. എന്നിട്ട് 11-ാമത്തെ അധ്യായം വിശ്വരൂപ ദർശനം, ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുത്തു. എന്നിട്ടും അർജുന്റെ സംശയം മാറിയില്ല. എല്ലാം പറഞ്ഞു 18-ാമത്തെ അധ്യായമായപ്പോൾ മോക്ഷസന്യാസ യോഗത്തിൽ 63-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ. അർജുന, നീ ഇന്നിവരെ കേട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത അതീവ ഗുഹ്യങ്ങളായ ചിന്തകളെ മുഴുവൻ ഞാൻ നിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. സൗണ്ട് ക്ലിയർ അല്ലേ? അല്ലേ? യഥേച്ഛസി തഥാ കുരു. അതായത് നിനക്ക് ശരി എന്ന് തോന്നുന്ന കാര്യത്തെ വിമർശന ബുദ്ധിയോടുകൂടി പഠിച്ച് നീ അതിനെ സ്വീകരിക്കൂ അർജുന എന്ന് പറയുന്നതാണ് നമ്മുടെ ഭഗവത്ഗീത. ഞാൻ